കളമശ്ശേരി സീറ്റിൻ്റെ കാര്യത്തിൽ നേരത്തെ കളമശ്ശേരിയും കൊച്ചിയും വെച്ചുമാറും ലീഗും കോൺഗ്രസും എന്ന ചില സൂചനകളുണ്ടായിരുന്നു. വെച്ചുമാറ്റങ്ങളൊന്നും നടക്കുന്നില്ല, ഇനി നടക്കുമെന്നും തോന്നുന്നില്ല. നടക്കാൻ സാധ്യതയില്ല. അതെ, മറ്റു കാര്യങ്ങളായി മറ്റു രാഷ്ട്രീയ ചർച്ചകളായി. അപ്പോൾ കളമശ്ശേരിയുടെ കാര്യത്തിൽ ലീഗ് മത്സരിക്കുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ മത്സരിച്ച അബ്ദുൽ ഗഫൂർ, നമ്മുടെ VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ, അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പ്രാരംഭ ഘട്ടം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് പലതരത്തിലാണ്. ഒന്ന്, VD സതീശന്റെ അടുത്ത വിശ്വസനായ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മത്സരിക്കാൻ സീറ്റില്ലാതാവുന്നു. കളമശ്ശേരി ലീഗ് തരികയാണെങ്കിൽ അവിടെ ഷിയാസിനെ ഫീൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു പദ്ധതി. അത് നടക്കില്ല. ഇപ്പോൾ കൊച്ചിയുണ്ട് സ്വാഭാവികമായും. അപ്പോൾ കൊച്ചിയിൽ പക്ഷേ ഷിയാസിനെ ഫീൽഡ് ചെയ്യാമെന്ന് വെച്ചാൽ അവിടെ ഇതിനോടകം തന്നെ ലത്തീൻ സഭ മേയറുടെ കാര്യത്തിൽ എന്നതുപോലെ ലത്തീൻ സഭ ക്ലെയിം ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഡൊമിനിക് പ്രസന്റേഷനോ ടോണി ചെമ്മണിയോ അങ്ങനെ മറ്റേ ആ തരത്തിലുള്ള ഒരു കാൻഡിഡേറ്റിനെ അവിടെ ഫീൽഡ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് നിർബന്ധിതമാവുകയാണ്. അപ്പോൾ ഷിയാസിനെ സംബന്ധിച്ച് ഷിയാസിന് സീറ്റിലാതെ വരുന്നു. രണ്ട്, മുസ്ലിം ലീഗിലെ തന്നെ ഈ സീറ്റ് താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ടി അഹമ്മദ് കബീർ എറണാകുളത്തെ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവാണ്, അദ്ദേഹത്തിന് കളമശ്ശേരി താല്പര്യമുണ്ട്. അതേപോലെ തന്നെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അദ്ദേഹം VK കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത വിശ്വസ്തനാണ്. ഇവർ രണ്ടുപേരും കളമശ്ശേരി മത്സരിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്. പക്ഷേ ഗഫൂർ കളത്തിലിറങ്ങിയതോടെ മുസ്ലിം ലീഗിലും ഇക്കാര്യത്തിൽ എതിരഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം മുമ്പേ മുൻകൂട്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ അസംതൃപ്തിയുള്ള ആളുകളുണ്ട്. അവർ പാണക്കാട് തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അസംതൃപ്തി രേഖപ്പെടുത്തി സന്ദേശം നൽകിയെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇബ്രാഹിം കുഞ്ഞിൻ്റെ മരണശേഷം അങ്ങനത്തെയുള്ള വൈകാരികത, അദ്ദേഹം പ്രതിനിധീകരിച്ച മണ്ഡലം എന്നൊക്കെയുള്ള നിലയിൽ ഗഫൂറിൻ്റെ കാൻഡിഡേച്ചർ ഏറെക്കുറെ ഉറപ്പാണ്. അദ്ദേഹം ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എറണാകുളത്ത് ഇതിൽ സവിശേഷത എന്ന് പറഞ്ഞാൽ കളമശ്ശേരി കഴിഞ്ഞ തവണ നടന്ന അതേ മത്സരം, P രാജീവ് വേഴ്സസ് അബ്ദുൽ ഗഫൂർ എന്ന മത്സരം വീണ്ടും ആവർത്തിക്കുകയാണ്. അതിൻ്റെ റിപ്പീറ്റ് വരികയാണ്. അഭിലാഷ്, അപ്പം ഈ അബ്ദുൽ ഗഫൂർ ഇതിന് മുൻപ്, അതായത് ഈ തോറ്റതിന് ശേഷം ആ മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നോ, അതോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ വീണ്ടും വരികയാണോ ചെയ്യുന്നത്? അദ്ദേഹം ആ മണ്ഡലംകാരനാണ്. അദ്ദേഹം എത്രമാത്രം സജീവമായി അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ധാരണയില്ല. പക്ഷേ അവിടെ അവർ ക്ലെയിം ചെയ്യുന്ന കാര്യം, ഗഫൂറും ഒപ്പമുള്ള ആളുകളും ക്ലെയിം ചെയ്യുന്ന കാര്യം, കഴിഞ്ഞ തവണ ഒരു LDF തരംഗം ഉണ്ടായപ്പോൾ പാലം പ്രശ്നം സജീവമായിരുന്നു. അങ്ങനെ LDFന്റെ തരംഗം ഉണ്ടായ സമയത്ത് UDFന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന മണ്ഡലം ഒരു 15,000 വോട്ടിന് നഷ്ടപ്പെട്ടു. ഇത്തവണ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം തരണം എന്നുള്ളതാണ് ആ പക്ഷത്തിന്റെ ആവശ്യം. അതേസമയം തന്നെ LDFന്റെ എറണാകുളത്തെ വളരെ സുരക്ഷിതമായ സീറ്റ് അല്ല കളമശ്ശേരി. കഴിഞ്ഞ തവണ ഒരു ഫൈറ്റിലൂടെ P രാജീവ് അവിടെ പിടിച്ച സീറ്റാണ്. UDFന്റെ കാര്യത്തിൽ വികസന പ്രവർത്തനങ്ങൾ, ക്യാൻസർ സെന്റർ അടക്കം ഉള്ള ഒരു ധാരാളം അത്തരം കാര്യങ്ങളുണ്ട്. സംഘടിപ്പിച്ചിട്ട് അങ്ങനെ ഒരു മതിപ്പ് പേഴ്സണലി P രാജീവിനുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് UDFന് ഭയങ്കരമായ ആത്മവിശ്വാസം പകരുന്ന തരത്തിലുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വളരെ ഏകപക്ഷീയമായ നിലയിൽ തന്നെ വലിയ മുന്നേറ്റം UDFന് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീറ്റിന് ആവശ്യക്കാർ കൂടുതലാണ്. ഒരു ഹൈ പ്രൊഫൈൽ എതിരാളി അവിടെ നിൽക്കുമ്പോഴും ഒരു വലിയ ആവശ്യം UDFനകത്ത് ആ സീറ്റുമായി ബന്ധപ്പെട്ട് ഉള്ളത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഫൈറ്റ് ആവർത്തിക്കുകയാണ്. അപ്പോൾ P രാജീവൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ വെച്ച് വേണം രാഷ്ട്രീയമായി എന്നുള്ളതിനേക്കാളും ആ മണ്ഡലം ഡിഫെൻഡ് ചെയ്യാൻ. ഈ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ UDFൽ ഈ ചർച്ചകളൊന്നും അങ്ങനെ ഭംഗിയായി നടന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താ പറയുക, അങ്ങനെയാണെങ്കിൽ ധാരണയൊന്നും ആയിട്ടില്ല. PJ ജോസഫിന്റെ കാര്യത്തിലും ധാരണയൊന്നും ആയിട്ടില്ല. ലീഗിന്റെ സീറ്റുകൾ മാറുന്ന കാര്യത്തിൽ PJ ജോസഫിന് ക്ലിയർ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് 10 സീറ്റ് തരാൻ പറ്റില്ല എന്നുള്ള കാര്യം. അത് ഇപ്പോൾ നമുക്ക് ഈ 27 സീറ്റാണല്ലോ ലീഗ് മത്സരിക്കുന്നത്. അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തന്നെ തിരുവമ്പാടിയിൽ മാത്രമേ സംഭവിക്കൂ എന്നാണ് തോന്നുന്നത്. കാരണം പേരാമ്പ്രയ്ക്ക് ഇപ്പം തന്നെ അവർ TT ഇസ്മായിൽ, അസീസ്, CP അസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥാനാർത്ഥികൾ അവിടെ ചർച്ചയ്ക്ക് ഇട്ടു തുടങ്ങി. കൂത്തുപറമ്പിൽ ആണ് പിന്നെ ഒരു മാറും എന്ന് പറഞ്ഞിരുന്നത്. കൂത്തുപറമ്പ് സൈനുൽ അബിദിനൊക്കെ ഫീൽഡ് ചെയ്തു വർക്ക് ആരംഭിച്ചു എന്നാണ് പറയുന്നത്. ആ രീതിയിൽ UDF അല്ലേ, കോൺഗ്രസ് അല്ലേ, അവസാന നിമിഷം വരെയും അല്ല. അതെ, പക്ഷേ നേരത്തെ ആയി സ്ഥാനാർത്ഥി ഇത് ആകുമ്പോഴേക്കും ഇത് സതീശന്റെ യാത്ര പുറമെ പറയുന്ന പോലെ ഒന്നും UDFനകത്ത് നടന്നിട്ടില്ല. ഓക്കെ, ഞാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അവർ കടക്കാൻ പോവുകയാണല്ലോ. അതിനു മുമ്പായിട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണിയും AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും ഇന്നലെ ഇതിൻ്റെ മാനദണ്ഡങ്ങളെ സംബന്ധിച്ചിട്ട് ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. AK ആന്റണി പറഞ്ഞത് ശരിക്കും നിരീക്ഷകരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഏക മാനദണ്ഡം. അല്ലാതെ നിങ്ങൾ സീറ്റ് കിട്ടാത്തവർ നിരാശരാകരുത്, പിന്നെ വിമത വേഷം കെട്ടരുത് എന്നൊക്കെ അദ്ദേഹം വളരെ മുന്നറിയിപ്പ് നൽകുന്നു. അതിൻ്റെ അർത്ഥം ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് ഹൈക്കമാൻഡിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് സർവേ നടത്തി കിട്ടുന്ന റിപ്പോർട്ടുകൾ അത് KC വേണുഗോപാലിനും ഒരു വലിയ റോൾ ഉണ്ടാവുന്നതാണ് കാരണം. അതോടൊപ്പം KC ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തരുത് ആരും. അങ്ങനെ നടത്തിയാൽ അവർക്ക് സ്ഥാനാർത്ഥിത്വം ഉണ്ടാകില്ല. 2, സ്ഥാനാർത്ഥിയായിട്ട് വരുന്നവർ പിന്നീട് ഭരണം കിട്ടി അധികാരത്തിൽ വന്നാൽ ഗവൺമെന്റിന്റെ പദവികൾ മോഹിക്കരുത്.
തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവർ മറ്റ് പദവികളില്ല. സീറ്റ് കിട്ടാത്തവർക്കാണ് പദവി. അതായത് സീറ്റ് കിട്ടാത്തവർ ഇപ്പോഴേ പിന്നെ സമാശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ മണ്ഡലത്തിലും ഇവരുടെ ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ വിജയസാധ്യതയാണ് അടിസ്ഥാനം നോക്കുന്നു. പലർക്കും ഈ പറഞ്ഞ ലിസ്റ്റിൽ നിരാശരാകേണ്ടി വരും എന്ന് തോന്നുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഈ വിസ്മയങ്ങൾ വരുന്നുണ്ടല്ലോ ഇപ്പുറത്തു നിന്ന്, അവർക്കൂടെ സീറ്റ് കണ്ടെത്തേണ്ടി വരുമ്പോൾ സീറ്റ് മോഹികളായ കോൺഗ്രസിലെ പലർക്കും സീറ്റ് കിട്ടാത്തൊരവസ്ഥ വന്നുകൂടാ എന്നില്ല. എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമ്പോൾ നേരത്തെ ഇവിടെ ഗ്രൂപ്പും അല്ലെങ്കിൽ ഓരോ അനുയായികളുടെ അല്ലെങ്കിൽ നേതാക്കളുടെ അനുയായികളൊക്കെ അവരുടെ ശുപാർശകളുണ്ടായിരുന്നു. ഇത്തവണ ആ ശുപാർശകളൊന്നും അംഗീകരിക്കില്ല എന്ന് കോൺഗ്രസ് സീറ്റ് പ്രഖ്യാപിച്ചില്ല എന്ന് പറയുമ്പോഴും കൊട്ടാരക്കരയിൽ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഐഷ പോറ്റി മത്സരിക്കും എന്നുള്ള സൂചനയാണ് അവർ തന്നു കഴിഞ്ഞത്. ലോക്ഭവനിലേക്കുള്ള സമരത്തിന് മുന്നിൽ വെച്ച് ആദ്യം പങ്കെടുക്കുകയും ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, അതാണ്. അപ്പോൾ പക്ഷെ അവിടെ രശ്മി എന്ന് പറയുന്ന UDF-ന്റെ കഴിഞ്ഞ സ്ഥാനാർത്ഥി ബി ജെ പിയിലേക്ക് പോവാണ്. ഇന്ന് മാത്രമല്ല, KN ബാലഗോപാലിന് ശക്തമായ മത്സരം കൊടുത്ത ആളാണ് രശ്മി. അതുമല്ല, അവർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ജയിക്കുന്ന സമയത്തും CPM-ന്റെ കോട്ടയ്ക്കകത്തു നിന്നാണ് അവർ ജയിച്ചു വന്നത്. അങ്ങനെയുള്ള രശ്മി ഇപ്പോ അതാണ് ഞാൻ പറഞ്ഞത്. ഈ വിസ്മയങ്ങൾ വരുമ്പോ വിസ്മയങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ ഐഷ പോറ്റി ഇപ്പൊ കഴക്കൂട്ടത്ത് പ്രേംകുമാറിനെ മത്സരിപ്പിക്കുമെന്ന് പറയുന്നു, മലമ്പുഴയിൽ സുരേഷ്. ഇത് അപ്പോൾ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഈ വരുന്നത് എന്ത് തരത്തിലുള്ള മെസ്സേജാണ് കോൺഗ്രസ് അണികളിലേക്കും പ്രവർത്തകരിലേക്കും? അല്ല, പലരും ശരിക്കും സ്വകാര്യ സംഭാഷണത്തിൽ അതിൽ പിന്നെ അസംതൃപ്തരാണ്. കാരണം അവർ പറയുന്നത് ഇപ്പോൾ വരുന്ന ഈ പറഞ്ഞ വിമതരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്തതിൽ തെറ്റില്ല, പക്ഷെ അവർക്കെല്ലാം സീറ്റ് ഓഫർ ചെയ്യുന്നത് ഒരു നല്ല പ്രവണതയല്ല. ഇതിനകത്തുള്ള പലർക്കും അത് അവസരങ്ങൾ നിഷേധിക്കും എന്ന് മാത്രമല്ല, വരുന്നത് ഹൈ പ്രൊഫൈൽ ആളുകളായിരിക്കണം. ഈ വരുന്ന പലരും അങ്ങനത്തെ ഹൈ പ്രൊഫൈൽ ആൾക്കാരല്ല. ഒരു അത്യാവശ്യം ഒരു ജില്ലാ കമ്മിറ്റി അംഗമോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമോ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ അത്യാവശ്യം ജയിക്കാനുള്ള വേരുകളുള്ള ആളോ ഒക്കെ വന്നാൽ മനസ്സിലാക്കാം. ഇതല്ലാതെ ചെറിയ പരിഭവത്തിൻ്റെയോ കൊതിക്കെറിവിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ, നിരാശയുടെ അടിസ്ഥാനത്തിൽ വരുന്ന എല്ലാവരെയും സ്വീകരിക്കണം. പക്ഷെ അവർക്ക് സീറ്റ് ഓഫർ ചെയ്യുന്നത് നല്ല പ്രവണതയല്ല എന്നുള്ള ചർച്ച പല കോൺഗ്രസ്സുകാർക്കുണ്ട്. പല മണ്ഡലങ്ങളിലും മാസങ്ങൾക്ക് മുമ്പേ മത്സരിക്കാൻ തയ്യാറെടുത്ത് അതിന്റെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന കോൺഗ്രസ് പ്രവർത്തകരുണ്ട് അല്ലെങ്കിൽ നേതാക്കളുണ്ട്. ഇപ്പൊ കഴക്കൂട്ടത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. നേരത്തെ പ്രിപ്പയർ ചെയ്ത് കഴക്കൂട്ടം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാം എന്ന് വിചാരിച്ച് അതിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് അവിടെ ജയസൈലെ, SS ലാല് തുടങ്ങിയവരൊക്കെ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അവരെല്ലാം മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് നടത്തി വരുന്നത്. എന്റെ ഒരു സംശയമൊന്നുമല്ല, നമ്മുടെ ചെറിയാൻ ഫിലിപ്പിന് സീറ്റ് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹത്തിന് സീറ്റ് ഉണ്ടായില്ല എന്ന് അദ്ദേഹത്തിന്. ചെറിയാൻ ഫിലിപ്പിനെ മത്സരിപ്പിച്ചത് CPM മാത്രമാണ്. കാരണം ചെറിയാൻ ഫിലിപ്പ് അന്ന് പ്രതിഷേധിച്ചിറങ്ങി പോകുന്നതാണ്. പുതുപ്പള്ളിയിൽ മത്സരിച്ചിട്ട് അന്ന് പ്രതിഷേധം അറിയിച്ച ആളാണ്. എന്നാൽ അതുപോലെയുള്ള എത്രയോ നേതാക്കന്മാരുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ ഈ വിസ്മയങ്ങൾ വരുമ്പോൾ വെട്ടിൽ വീണ് കിടക്കുന്നത്. അതുകൊണ്ട് വിസ്മയങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ്. ആ തരത്തിൽ നീതി കാണിക്കാത്ത ചെറിയാൻ ഫിലിപ്പിനോട് നീതി കാണിക്കാത്ത പ്രസ്ഥാനം അന്ന് 2001 സീറ്റ് കിട്ടാഞ്ഞിട്ട് പുള്ളി ഒരു കവിത തന്നെ എഴുതി കഴിഞ്ഞു. അന്ന് കേരള കൗമുദിയിൽ ഞാനൊരു പോക്കറ്റ് ചീപ്പായിരുന്നു, AK ആന്റണിയുടെ ഉമ്മൻചാണ്ടിയുടെയും പോക്കറ്റിൽ കിടന്ന ചീപ്പായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് പരസ്യമായി വിമർശിച്ച് പുതുപ്പള്ളിയിൽ പോയി മത്സരിച്ചു. ഏറ്റവും അവസാനം AK ആന്റണി തിരിച്ചു വിളിച്ചു. AK ആന്റണിയുടെ ഒക്കെ സ്നേഹം എന്നോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാണ് തിരിച്ചു പോയത്. പക്ഷേ AK ആന്റണിക്ക് ആ രീതിയിൽ സ്നേഹിക്കാൻ കഴിയുമോ, സീറ്റ് കൊടുക്കാൻ കഴിയുമോ? ശരിക്കും ചെറിയാൻ ഫിലിപ്പ് മോഹമുക്തനായ കോൺഗ്രസ്സുകാരനായി. അനുഭവം കൊണ്ട് മോഹമുക്തി വന്നു എന്നാണ് തോന്നുന്നത്.